ഹായ്, വെൽക്കം ടു സ്മാർട്ട് ടോക്ക് വിത്ത് നിഷ. ഒരു മുത്തശ്ശി ഒരു ദിവസം ഒരു കെട്ട് വെറ്റില വാങ്ങിച്ചു. മുറുക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അതിൽ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അതിലത്തെ ഒരു വെറ്റില പഴുത്തിരിക്കണം. അപ്പോൾ മുത്തശ്ശി വേഗം ആ ഒരു വെറ്റിലയുടെ വേഗം എടുത്ത് കഴിച്ചു. കാരണം പഴുത്ത വെറ്റില ഇനിയിപ്പോൾ നാളെ തൊട്ട് പച്ച വെറ്റില കഴിക്കാമല്ലോ, ഇത് വേഗം എടുത്ത് കഴിച്ചു. പിറ്റേ ദിവസം എടുത്ത് നോക്കിയപ്പോൾ അതാ വേറൊരു വെറ്റില പഴുത്തു തുടങ്ങി. അപ്പോൾ മുത്തശ്ശി അന്നത്തെ ദിവസം അതെടുത്ത് കഴിഞ്ഞു. ശരി, നാളെ തൊട്ട് കഴിക്കാമല്ലോ. മൂന്നാമത്തെ ദിവസം എടുത്ത് നോക്കുമ്പോൾ ദാ അടുത്ത വെറ്റിലയും പഴുത്തിരിക്കണം, 2 പഴുത്തിരിക്കണം. അപ്പോൾ അതും എടുത്ത് കഴിച്ചു. എന്തിനു പറയുന്നു? ഇങ്ങനെ ദിവസം 2, 3, 4, 5, 10 ദിവസം കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ഒന്ന് നോക്കിയപ്പോൾ ഇന്ന് വരെ പച്ച വെറ്റില മുറുക്കാൻ പറ്റിയില്ല. എന്നും ഈ പഴുത്ത വെറ്റില തന്നെ ഉപയോഗിക്കേണ്ടി വന്നു. എന്താണ് ഇതിൽ നിന്നൊരു പാഠം? ഇത് നമ്മുടെ വീട്ടിൽ കണ്ടോ? നമ്മൾ പല സാധനങ്ങളും നമ്മുടെ വീട്ടിൽ നല്ല പുത്തനായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മളത് ഉപയോഗിക്കാതെ നാളെ പിന്നെ വേറെ ആൾക്കാർ ഗസ്റ്റ് വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ പുത്തനായിട്ട് നമ്മുടെ ഷോക്കേസിലും അടുക്കളയിലും അലമാരയിലും ഒക്കെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. നമുക്ക് തന്നെ കാണാം, ചിലപ്പോൾ നമുക്ക് കിട്ടിയിരുന്നതുകൊണ്ട് നല്ല പ്ലേറ്റൊക്കെ ഉണ്ടാവും, നല്ല ഗ്ലാസ് പ്ലേറ്റും ഒക്കെ ഉണ്ടാവും നമ്മുടെ കുട്ടികൾ പലപ്പോഴും ചോദിച്ചു നമുക്കിന്ന് അതിൽ കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പറയും അത് വേണ്ട, അതിപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പൊട്ടും, ഗസ്റ്റ് വരുന്ന സമയത്ത് പിന്നെ ഇവിടെ നല്ല പാത്രം ഉണ്ടാവില്ല. അത് ഈ കുട്ടികൾക്കോ നമുക്കോ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൽ കഴിക്കാൻ. നമ്മൾ അത് എടുത്ത് വെച്ചിരിക്കുക. ഗസ്റ്റ് ചിലപ്പോൾ വരണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടല്ലല്ലോ, നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ടാവില്ല. അതേപോലെ ഗ്ലാസ്സുകൾ, കപ്പും സോസറും, നമ്മൾ ചായ ഇപ്പോഴും ആ സ്റ്റീൽ ഗ്ലാസ്സിൽ സ്ഥിരമായിട്ട് പഴയ സ്റ്റീൽ ഗ്ലാസ്സിൽ തന്നെ നമ്മളിരുന്ന് കുടിക്കുന്നുണ്ടാവും. നമ്മൾ ഇന്ന് വരെ ഒരു കപ്പും സോസറിലും നമ്മുടെ കുട്ടികൾക്ക് അതൊന്നും ചായ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളും കുടിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഡ്രസ്സിൻ്റെ കേസിലും ഇങ്ങനെ കാണാം. ചിലപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയതായിരിക്കാം, നല്ലതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ വാങ്ങിയതായിരിക്കാം. നമ്മളത് അപ്പം തന്നെ എടുത്ത് ഉപയോഗിക്കാതെ നമ്മളത് എടുത്തു വെച്ചു. ഇതൊരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂരം വരുന്നുണ്ട്, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അതിനുപയോഗിക്കുക. ആരറിഞ്ഞു ആ ഫംഗ്ഷന് പോകാൻ പറ്റുമോ പോകാൻ പറ്റില്ല എന്നുള്ളത്? നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ സൂക്ഷിച്ച് വെച്ച് അവസാനം അതിൻ്റെ ഒരു ഗുണം അതിൽ നിന്ന് കിട്ടില്ല. ചിലപ്പോൾ ചില വീട്ടിലൊക്കെ നമുക്ക് കാണുന്നുണ്ട് മിക്സി ഉണ്ടാവും. മിക്സിയൊക്കെ വാങ്ങിയിട്ടുള്ള അതേ ബോക്സിൽ തന്നെ ഇപ്പം കല്യാണമോ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ കിട്ടും. പല വീട്ടിലും ഇതുണ്ടാവും. നിങ്ങളുടെ വീട്ടിലെ ചായപാത്രമൊക്കെ ഒന്ന് എടുത്ത് നോക്കി നോക്കൂ, അതൊക്കെ വളരെ മോശമായിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇന്നേ ഇരിക്കുന്നുണ്ടാവും നല്ല പുത്തനായിട്ടുള്ള നോൺ സ്റ്റിക്ക് ഇതൊക്കെ ആയിട്ടുള്ള അതവിടെ ഇരിക്കുന്നുണ്ടാവും. അതെടുത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടേ ഉണ്ടാവില്ല. നമ്മൾ ആ ചോറ് വെക്കണ ചെമ്പൊക്കെ നമ്മുടെ ഞെണങ്ങിയിട്ടും ഒക്കെ ഉണ്ടാവും. നല്ല ചെമ്പ് വീട്ടിൽ വേറെ ഇരിക്കുന്നുണ്ടാവും. അതൊക്കെ പിന്നെ ചെയ്യാം, പിന്നെ വല്ല ഫംഗ്ഷനും ഓണത്തിനെടുക്കാം, വിഷുവിനെടുത്ത് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് നമ്മൾ പ്രസൻറ്റബിൾ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ജീവിക്കുന്നുണ്ടാവും. ചിലർ ആ മിക്സിയൊക്കെ അതേ പാക്കറ്റിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പോഴും ആ കേട് വന്നിട്ടുള്ള മിക്സിയിൽ തന്നെ നമ്മൾ അറിയാത്ത മിക്സീൻ്റെ അത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളത് കൂടുതൽ കറണ്ട് ചാർജൊക്കെ എടുക്കണ്ടാവും. എന്നാലും നമ്മൾ പുതിയതെടുത്ത് എന്ത് ചെയ്യില്ല, നമ്മളെടുത്ത് ഉപയോഗിക്കുന്നത്. ഇതിനേക്കാൾ വില്ലന്മാരുണ്ട്. ചിലർ ഈ മിക്സിയൊക്കെ അവിടെ ഉണ്ടാവും, എന്നാലും പോയിട്ട് അമ്മിയിൽ പോയി അരയ്ക്കും. അല്ല, സ്വാദിന് വേണ്ടിയിട്ട് അമ്മിയിൽ അരയ്ക്കുന്നത് ഓക്കെ, അതല്ല കേട്ടോ ഞാൻ പറയണത്. സ്വാദിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഇതെടുക്കില്ല, ഇതാരെങ്കിലും വന്നാൽ മാത്രം എടുത്തേ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ നാളെ പിന്നെ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചിട്ട് അവസാനം അത് ഇരുന്ന് മോയ്സ്ചറായി പിന്നീട് അത് എടുത്ത് വന്ന് നോക്കുമ്പോൾ അത് ആകെ പുകയണ കാണാം. ഇങ്ങനെ നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പാസ്റ്റിൽ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിലേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത്, കുറേ ഒന്നും എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. അപ്പം കിട്ടുന്ന സാധനങ്ങൾ അപ്പം തന്നെ ഉപയോഗിച്ച് അപ്പം തന്നെ അത് ഇതാക്കി കഴിഞ്ഞ് അതിൻ്റെ ഒരു കുറച്ച് ദിവസത്തേക്കേ അത് നിൽക്കുള്ളൂ. അത്രയും ദിവസത്തിൽ നിൽക്കട്ടെ, നമ്മളെ എൻജോയ് ചെയ്യുക. നമ്മുടെ കുട്ടികൾക്ക് ആ കുപ്പി പ്ലേറ്റിലോ കപ്പ് സോസറിലോ ഒക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ അത് പൊട്ടും എന്നൊന്നും പറഞ്ഞ് അവരെ തടയല്ലേ. അവർക്കത് ചെയ്തു കൊടുത്ത് നോക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്ക് വേണ്ടിയിട്ട് സന്തോഷത്തിന് വേണ്ടി ചെയ്യുക. ഈ ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഇത് മേടിക്കൂലേ, ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചു വെക്കും. എന്നിട്ട് നമ്മുടെ കുട്ടികൾ ബിസ്ക്കറ്റും ഇതും കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കും. നമ്മുടെ കുട്ടികൾ അതിനൊന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കില്ല. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൊടുക്കാണ്ടാവില്ല. എന്നിട്ട് അത് അവിടെ ഇരുന്ന് കേട് വന്നു പോകും. നമ്മുടെ കുട്ടികളും കഴിക്കാൻ കൊടുക്കില്ല, നമ്മൾ ഗസ്റ്റ് ഒന്നും വരില്ല. എന്നിട്ട് അത് വന്നില്ല എന്ന് പറയുമ്പോൾ കുറച്ച് പഴുതായി പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ കൊടുക്കുകയും ചെയ്യും. അവർക്ക് അത് കഴിച്ച അസുഖം വരും, നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് എത്തും. ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യണ്ട.
നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നന്നായി അത് എൻജോയ് ചെയ്യുക. ഇങ്ങനെ സാധനങ്ങൾ സൂക്ഷിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കല്ലേ. അതെടുത്ത് എന്ത് ചെയ്യണം? അതെടുത്ത് ഉപയോഗിക്കുക തന്നെ ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് കമൻറ്റ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.